and therefore lambda is independent of union over n Fn. Since lambda independent of Fn for all n, lambda independent of union over n Fn. Now let's take lambda as C1 and union over n Fn as C2, so that we can apply basic criterion. Now let C1 equal to set lambda and C2 equal to union over n Fn. Then Ci is a pi system for I equal to 1 to C1 and C2 are clearly pi system. Set lambda singleton set lambda, singleton element alla, constant onnalla, lambda belongs to tau എന്ന് പറഞ്ഞാൽ tail event ആണ്. സോ ഇതൊരു സെറ്റ് ആണ്. ഇതിനകത്ത് ഒരു എലമെന്റേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ലാംഡ എന്ന് ഉദ്ദേശിച്ചത്. സോ C1ഉം C2ഉം ക്ലിയർലി പൈ സിസ്റ്റം ആണ്. C1 ഇൻഡിപെൻഡന്റ് ഓഫ് C2 ആണെന്നും പറഞ്ഞു. സോ ബേസിക് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാം. സോ ഫോർ ബൈ ബേസിക് ക്രൈറ്റീരിയൻ സിഗ്മ ഓഫ് C1 ആൻഡ് സിഗ്മ ഓഫ് C2 ആർ ഇൻഡിപെൻഡന്റ്. സിഗ്മ ഓഫ് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ആണ്. സെറ്റ് ആണെങ്കിൽ അതിന്റെ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത് ഫൈ ഒമേഗ ലാംഡ, ലാംഡ കോംപ്ലിമെന്റ്. ആൻഡ് സിഗ്മ ഓഫ് C2 യൂണിയൻ ഓവർ എൻ Fnന്റെ സിഗ്മ ഫീൽഡ് അതിന്റെ മാക്സിമം ജോയിൻ ഓവർ എൻ Fn ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു F ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സിഗ്മ ഓഫ് C1ഉം സിഗ്മ ഓഫ് C2 ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. ഇതാണ് സിഗ്മ ഓഫ് C1, ഇതാണ് സിഗ്മ ഓഫ് C2. ക്ലിയർലി സിഗ്മ ഓഫ് C1ന്റെ അകത്ത് ലാംഡ ഉണ്ട്. അതുപോലെ തന്നെ സിഗ്മ ഓഫ് C2 is equal to F ഇൻഫിനിറ്റി ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലാംഡ ബിലോങ്സ് ടു F ഇൻഫിനിറ്റി ആണെന്നുള്ള കാര്യം. ലാംഡ F ഇൻഫിനിറ്റിക്കകത്തും ഉണ്ട്. സോ സിഗ്മ ഓഫ് C2ലും ലാംഡ ഉണ്ട്, സിഗ്മ ഓഫ് C1നകത്തും ലാംഡ ഉണ്ട്. ലാംഡ ബിലോങ്സ് ടു സിഗ്മ ഓഫ് C1 ആണ് ആൻഡ് ലാംഡ ബിലോങ്സ് ടു F ഇൻഫിനിറ്റി, അതായത് സിഗ്മ ഓഫ് C2. സോ സിഗ്മ ഓഫ് C1ഉം സിഗ്മ ഓഫ് C2 ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ലാംഡ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലാംഡ. രണ്ട് സിഗ്മ ഫീൽഡുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിൽ എല്ലാ എലമെന്റുകളും കറസ്പോണ്ടിങ് എലമെന്റ്സും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ ലാംഡ ഇവിടെയുണ്ട്, ലാംഡ ഇവിടെയും ഉണ്ട്. ലാംഡ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലാംഡ എന്നിട്ടും ദാറ്റ്സ് ലാംഡ ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ലാംഡ ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ് സെൽഫ് ആണെങ്കിൽ, ലാംഡ ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ് സെൽഫ് ആണെങ്കിൽ പി ഓഫ് ലാംഡ ഈസ് either 0 or 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് sigma field, tail sigma field tau is almost trivial. ആണ് Kolmogorov 0-1 law. Now ഇതിന്റെ ഒരു corollary ഉണ്ട്. Corollary of Kolmogorov 0-1 law. Corollary പറയുന്നത് എന്താണെന്ന് വെച്ചാൽ let xn be independent random variables, independent ആണെന്ന് തന്നിട്ടുണ്ട്. Then following are true. A. The event set series xn converges has probability 0 or 1. B. The random variable limit supremum xn and limit infimum xn are constant with probability 1. The event set to fall omega such that xn of omega by n tends to 0 has probability 0 or 1. ഇതൊക്കെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിന് മുന്നേ എക്സാമ്പിൾ പറഞ്ഞു സീരീസ് കൺവേർജ് ചെയ്യുന്ന ഈ കളക്ഷൻ ബിലോങ്സ് ടു ടോ ആണെന്നുള്ളത്. ഇപ്പോൾ കോൾമോഗ്രോവ് 0-1 ലോ പറയുന്നത് ബിലോങ്സ് ടു ടോ ആണ്. ലാംഡ ബിലോങ്സ് ടു ടോ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ട്രിവിയൽ ആണെന്ന്. പ്രോബബിലിറ്റി 0 അല്ലെങ്കിൽ 1. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. 0 അല്ലെങ്കിൽ 1 ആയിരിക്കും പ്രോബബിലിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ ലിമിറ്റ് സുപ്രീമത്തിന്റെ കാര്യവും ലിമിറ്റ് ഇൻഫിമത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതും അവിടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. xn ഓഫ് ഒമേഗ ബൈ n എന്ന ലിമിറ്റ് 0 ആവുന്ന ആ കളക്ഷൻ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ടോ ആണ്. സോ പ്രോബബിലിറ്റി 0 അല്ലെങ്കിൽ 1 വരും. സോ കൊറോളറിയും ക്ലിയർ ആണ്. ഇതാണ് കോൾമോഗ്രോവ് 0-1 ലോ. ടെയിൽ സിഗ്മ ഫീൽഡ് ഓൾമോസ്റ്റ് ട്രിവിയൽ ആണെന്ന് പറയുന്നത്.